കുട്ടികൾക്ക് വേണ്ടിയിട്ട് തിരിച്ചുണ്ടാക്കി വെച്ചതാ. രണ്ടെണ്ണം. അപ്പൊ അമ്മ തിരിക്കാനായിട്ടോ. ഒന്ന് ചൂട് പോണ്ടേ? പോയിക്കോട്ടെ. എന്നിട്ട് തട്ടാം. അപ്പൊ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് തട്ടി കൊടുക്കട്ടെ. എന്നിട്ട് വേണം അടുത്തത് തിരിക്കാൻ. തിരിക്കുന്ന ആളാരാ അറിയോ? അമ്മ. ഞാനിന്റെ ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ കൂട്ടാനൊക്കെ റെഡിയായി. ഇനി കഴിക്കേണ്ടവർക്കൊക്കെ കഴിക്കാം. അതെ, അടുത്ത ട്രിപ്പും കൂടെ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ തികയില്ല. നൂൽപുട്ടാകുമ്പോ ദോശയുടെ മാതിരിയല്ല അല്ലേ? അതെ, എണ്ണ കഴിയണത് അറിയില്ല. ഒട്ടി പിടിക്കാതെ എല്ലാം അതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് തിരിക്കാല്ലേ? എന്നാണ് പോട്ടമ്മ. ശരിക്കും വലിയ ഉരുളില്ലേ? രണ്ടെണ്ണം ഇടാച്ചിട്ടാ. ചെറുതാക്കി വേണ്ടി രണ്ടെണ്ണം. അല്ല ആയിക്കോട്ടെ. ഉള്ളി അതിൽ കുറച്ചുണ്ട് കേട്ടോ. എന്നാ വേണ്ട, ഇതൊന്നും മതി. എന്താ ട്രെയിൻ കുറച്ച് നേരത്തെയാണോ? 9:40 എത്തിയില്ലേ? 10-നല്ലേ സാധാരണ? 10 എത്രക്കാ വരല്? ഇതെന്താ 9:40 9:30 ആണോ? 9:00 ഉണ്ടോ? 9:00 ട്രെയിൻ ഇല്ല. തന്നെയാണ്. ചിലപ്പോ ഗുഡ്സാവും. അത് പറയാൻ പറ്റില്ല. എപ്പോഴും ഞാൻ ഇത്രയും ഡ്രസ്സ് എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളത് കുറേ പേരുടെ പരാതിയായിരുന്നു കേട്ടോ. കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സുകൾ തന്നെ കാണിക്കാറുള്ളത്. പിന്നെ ഞാൻ ഒരു തവണ വാങ്ങിച്ചത് ഞാൻ ഡ്രസ്സ് എന്താ ചെയ്യാറുള്ളത് എന്നും കുറേ പേർക്ക് സംശയമുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു തവണ ഉപയോഗിച്ചിട്ട് ഞാൻ ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ എന്നെ ഇട്ടിട്ട് നശിപ്പിക്കും. എൻ്റെ ആഗ്രഹം തീർന്നവരാണ് ഞാൻ ഇട്ട് നശിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഡ്രസ്സിന് പകരം ഞാൻ നല്ല ക്വാളിറ്റിയുള്ള ടൂത്ത് ബ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1 അല്ല 4 എണ്ണമാണ് കേട്ടോ. നല്ല വെരി അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് കേട്ടോ. നമുക്കിതുകൊണ്ട് പല്ല് തേക്കുമ്പോൾ അയ്യോ നമുക്കിങ്ങനെ ഒരു ഫെദർ ടച്ചാണ്. എന്നാൽ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. ഞാനിതിൽ ഒരു ബ്രഷ് യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം യൂസ് ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഈ 4 എണ്ണം വരുന്ന സെറ്റിന് വെറും 200 രൂപയുള്ളൂ കേട്ടോ. അതോ ബ്രഷിൻ്റെ പൈസ മാത്രമല്ല, ഒരെണ്ണത്തിന് 50 രൂപ കൂട്ടിക്കോളൂ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പല്ലി പാറ്റ, നമുക്കിപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിരിക്കാറില്ലേ. നമ്മൾ നോർമലി ഒരിക്കലും ബ്രഷ് ഓപ്പൺ ആയിട്ട് എവിടെയും വെക്കാൻ പാടില്ല എന്ന് പറയാറില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ്, ഒരു കുഞ്ഞൊരു ബ്രഷ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറും കൂടെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നനഞ്ഞ ബ്രഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സർക്കിളിൽ ഒരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാങ്ങിങ് ചെയ്യാനും പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും മിസ് ആവാതെ തന്നെ പർച്ചേസ് ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ബ്ലാക്കും പിങ്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു പിങ്ക് വാങ്ങിച്ചാൽ മതി തോന്നി. പിന്നെ ഭംഗിയിലൊക്കെ എന്തിരിക്കുന്നു ഞാൻ എപ്പോഴും നോക്കാറുള്ളത് നന്നായിട്ട് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യമാണ്. ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിലെ മേലെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം.